ഞാൻ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ ചരിത്രത്തിൽ ഒരു ശക്തൻ തമ്പുരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയുള്ളൂ. രണ്ട് ഭരണത്തിലുണ്ട് എല്ലാ അഴിമതികളും, ഏതിലാ ഇല്ലാത്തത്? ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് താങ്കൾ പറയുന്നത്? ആൾക്കാർ 6-7 മാസമായി പെൻഷൻ കിട്ടിയിട്ട് ശമ്പളം മുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ശക്തൻ തമ്പുരാനെയാണോ കേരളത്തിലെ ഞാൻ ഡിസബിലിറ്റി ആണ്, അംഗവൈകല്യമാണ്, പെൻഷനൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ പെൻഷൻ വന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ ഭരണം തുടങ്ങിയിട്ട് 8 വർഷമാകുന്നു. നിരവധി വിവാദ വിഷയങ്ങളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെയും ആണ് പിണറായി സർക്കാരിന്റെ മുന്നേറ്റം. ഇനിയൊരു പിണറായി ഭരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമോ? എന്താണ് ജനങ്ങൾക്ക് പിണറായി ഭരണത്തെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് പിണറായി ഭരണം? ഞാൻ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പ്ലസ് പോയിന്റ് കണ്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ശക്തൻ തമ്പുരാന്ന് പറയുന്നത് എന്താണ്? ഒരു നല്ലൊരു ഭരണാധികാരി, നല്ല ശക്തൻ ഒരു കാര്യങ്ങൾ തീരുമാനം എടുക്കാനായിട്ടുള്ള കഴിവ്. അതുപോലെ ഇന്ന ഒരു കേരളത്തിൽ ചരിത്രത്തിൽ ഒരു ശക്തൻ തമ്പുരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയുള്ളൂ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും, ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനും കഴിവുള്ള ഒരു നേതാവാണ്. ചേച്ചി മാർക്സിസ്റ്റുകാരിയാന്ന് പറഞ്ഞു, എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ട്? പിണറായി ഭരണം എന്ന് വെച്ചാല് രണ്ട് ഭരണത്തിലും ഉണ്ട് ഓരോരോ കാര്യങ്ങൾ ഇല്ലേ? ഏത് ഭരണത്തിലില്ലാത്തത്? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിനെ നമ്മൾ നല്ലതായി പറയണം അല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. രണ്ട് ഭരണത്തിലും ഉണ്ട് എല്ലാ അഴിമതികളും, ഏതിലാ ഇല്ലാത്തത്? രണ്ടിലുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് താങ്കൾ പറയുന്നത്? ആൾക്കാർ 6-7 മാസമായി പെൻഷൻ കിട്ടിയിട്ട് ശമ്പളം മുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ശക്തൻ തമ്പുരാനെയാണോ കേരളത്തിലെ ഞാൻ ഡിസബിലിറ്റി ആണ്, അംഗവൈകല്യമാണ്, പെൻഷനൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ പെൻഷൻ വന്നു. എന്റെ അക്കൗണ്ടിലേക്ക് 1600 രൂപ വന്നു. ഞാൻ വേണമെങ്കിൽ മാഡത്തിന് കാണിച്ചു തരാം. എന്റെ അപ്പനമ്മയ്ക്കൊക്കെ ഇന്നലെ പെൻഷൻ വന്നു. ഞങ്ങൾ എല്ലാവരും പെൻഷൻ എടുത്തു. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. കാലാകാലങ്ങളിൽ ഇവിടെ 14 മാസം പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്ന കാലമായിരുന്നു. അന്ന് ആരും പെൻഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സഹോദരൻ പിണറായി വിജയൻ വന്നപ്പോഴാണ് മാസം മാസം പെൻഷൻ ആക്കിയത്. പിണറായിയുടെ ഭരണം നല്ലതാണെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു മുന്നൊക്കെ. ഇപ്പൊ കേന്ദ്രത്തൊന്നും കുറെ കിട്ടണ്ട അവർക്ക്, എങ്കിലല്ലേ ചെയ്യുള്ളൂ. എൻ്റെ ചെറുപ്പകാലത്ത് ഈ BJP കാരണം എൻ്റെ വീട്ടുകാർ, കുറച്ച് വീട്ടുകാർ, ഒരു 10-20 വീട്ടുകാർ ഒളിവിൽ താമസിച്ചിട്ടുണ്ട് നിസ്സാര ഒരു കാര്യത്തിന്, ഈ BJPനെ പേടിച്ചിട്ട്. രാത്രി എൻ്റെ വീടുകാരൊക്കെ എൻ്റെ ഓർമ്മയിൽ അതാണ് നിൽക്കുന്നത് ഇപ്പോഴും. ചെറുപ്പത്തിലെന്ന് വെച്ചാൽ നല്ല ചെറുപ്പത്തിലൊന്നല്ല, കുറേ വീട്ടുകാർ കുറേ കൊല്ലായിട്ടുള്ള കാര്യങ്ങളാണ്. BJP അങ്ങനെ അതിക്രമം കാണിക്കും. നിങ്ങൾ രണ്ടാളും ഒരു വീട്ടിലാണോ? അല്ല, കൂട്ടുകാരാണോ? ശരി, എന്നാ താങ്ക് യു. എല്ലാ മാസം കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിരുന്നത് വേറെ പല ഗവൺമെന്റുകൾക്ക്, ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിനും പല ഗവൺമെന്റുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ഒരു സമയത്ത് കിട്ടും, പിന്നെ കുറെ കാലം കിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഉമ്മൻചാണ്ടി ആയിരുന്ന കാലത്താണ് പെൻഷൻ തീരെ കുടിശ്ശികയായിരുന്നത്. പിണറായി വിജയൻ വന്നപ്പോൾ കോവിഡ് കാലത്ത് ആ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊണ്ട് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും 10,000 രൂപ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാസങ്ങളും അക്കൗണ്ടിലേക്ക് പണം വന്നു. എനിക്കൊക്കെ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ 2-3 മാസമായിട്ടാണ് വരാത്തത്. എന്നാലും വേറെ കാര്യമുണ്ട്, ഈസ്റ്ററിന് 1 മാസത്തെ വന്നു. ഞാൻ വാങ്ങിയ ആളല്ലേ, അതിന് വലുതില്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് 3-6 മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ഈസ്റ്ററിന് വന്നു. എല്ലാ വിശേഷങ്ങൾക്കും വരുന്നുണ്ട്. ഇപ്പൊ വിശേഷങ്ങൾക്ക് മാത്രം അങ്ങനല്ല, മാസം വന്ന് അങ്ങനെയാണ് നിങ്ങൾ കൊടുത്തിരുന്നത്. പിന്നീട് മാസം ആയതാണ്. എന്നാലും വിശേഷ സമയങ്ങളിലെ പാവപ്പെട്ടവരെ തളർത്തുന്നില്ല.